നിങ്ങളെല്ലാവരും സിനിമ കണ്ടവരുണ്ടെന്ന് തോന്നുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ശ്രീരാജ് എന്ന് പറയുന്ന പുതിയൊരു സംവിധായകൻ ആണ് ഇതിൻ്റെ ഡയറക്ടർ. ശ്രീരാജ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ബാക്കി കാസ്റ്റ് ഒരു എല്ലാവരും ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ നിർമ്മിക്കപ്പെട്ട് ഷൈജു ഖാലിദ് ക്യാമറ ചെയ്ത് വിഷ്ണു വിജയ് മ്യൂസിക് ചെയ്ത് ഷഫീഖ് മുഹമ്മദ് എഡിറ്റ് ചെയ്ത് പിന്നെ ഈ പറയുന്ന ഈ നിരയിലിരിക്കുന്ന ഒരു പറ്റം ആളുകൾ അഭിനയിച്ച സിനിമയാണ്. സൗബിക, ചാന്ദിനി, ശിവജിത്തേട്ടൻ, അങ്ങനെ ശബരീഷ്, നിയാസ്, എല്ലാവരും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 10-90-100 ദിവസത്തോളം 100 ദിവസത്തിൻ്റെ മേലെ ഷൂട്ട് ചെയ്ത സിനിമയാണ്. തൃശ്ശൂർ ഭാഗത്തൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഈ പറയുന്ന ഒരു കള്ളുഷാപ്പിൻ്റെ പശ്ചാത്തലത്തിലുള്ള നാടൻ പാട്ടുകളൊക്കെ ഉള്ള ഒരു നാട്ടുമ്പുറത്തെ ഒരു കള്ളുഷാപ്പിൽ നടക്കുന്ന ഒരു കൊലപാതകവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളൊക്കെയാണ് ഈ സിനിമ. ഒരു ഡാർക്ക് കോമഡി സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുന്ന പോലത്തെ ഒരു ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ്. ഈ പറയുന്ന പോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഹ്യൂമറൊക്കെ വരുന്ന പോലെയൊക്കെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ശ്രീരാജിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള ഒരാളാണ് ശ്രീരാജ്. നമ്മൾ സ്ഥിരം പതിവ് രീതികളിൽ നിന്നൊക്കെ മാറിയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത്. പുള്ളിയുടെ ഷോർട്ട് ഫിലിമൊക്കെ ആണെങ്കിലും തൂമ്പ എന്നൊക്കെ പറയുന്ന ഷോർട്ട് ഫിലിമിനൊക്കെ ഇങ്ങനത്തെ ഒരു കളറുണ്ട്. അതുപോലെ തന്നെയുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ ഞങ്ങളെക്കാളും ഈ സിനിമ ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പറയുന്ന ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുറേ ആക്ടേഴ്സ് ഉണ്ട്. വളരെ പുതിയ ആക്ടേഴ്സ് ഉണ്ട്. കുറേ കാലങ്ങളായിട്ട് നാടകമൊക്കെ ചെയ്യുന്ന, നാടകത്തിലൊക്കെ വളരെ പോപ്പുലറായിട്ട് നിന്ന ആക്ടേഴ്സൊക്കെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറേ കാലങ്ങളുടെ കാത്തിരിപ്പാണ് ഈ സിനിമ. അപ്പോൾ ഞങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഈ സിനിമയിൽ വരികയും അഭിനയിക്കുകയും ഇപ്പോൾ റിലീസിൻ്റെ അന്ന് വരെ പല നാടുകളിൽ നിന്നൊക്കെ ആയിട്ട് ഇവിടെ കൊച്ചിയിൽ വന്ന് വനിതാ വിനിതയിൽ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന, ഭയങ്കര പ്രതീക്ഷയോടെ വന്നിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ സ്വപ്നം പൂവണിയുന്ന ഒരു ദിവസവും കൂടിയാണെന്ന്. അപ്പോൾ ഈ സിനിമ അവർക്കുള്ളതാണ് ആക്ച്വലി. ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഈ ആക്ടേഴ്സും പിന്നെ ഒരുപാട് പുതിയ സെറ്റ് ഓഫ് വേറെ കുറേ ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തന്നെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് ഇവരെല്ലാവരും തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സിനിമ നല്ല അഭിപ്രായങ്ങളാണ് നമ്മൾ കണ്ടെടുത്തോളം കണ്ടവരൊക്കെ സംസാരിക്കുകയും വിളിക്കുകയും ഫോണിൽ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തതിനൊക്കെ നല്ല അഭിപ്രായമാണ്. തിയേറ്ററിലും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ശ്രമിക്കാം. എന്താ പറയുക, എല്ലാം വേറെ വളരെ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ ഫിലിം കാണാനായിട്ട്? അല്ലേ, പകുതികളും അല്ലേ, കുറേ പേര് കണ്ടായിരുന്നു. ഇഷ്ടമായില്ലേ പടം? താങ്ക് യു. ഇപ്പോൾ ഇതൊക്കെ ബേസിൽ പറഞ്ഞ പോലെ തന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ പടം കണ്ടവർക്ക് മനസ്സിലാവും അത് എന്തുമാത്രം കുറച്ച് പ്രയാസമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അത് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ആണെങ്കിലും കുറേ മേക്കപ്പ് രീതികളാണ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള പല മാനറിസങ്ങളുമാണ് അതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി ഒരു നല്ലൊരു നാടൻ ഒരു ഭയങ്കര രസമുള്ള ഒരു ആക്ഷേപാസ്യവും അതിലൊരു എന്താ പറയുക കോമഡിയും അതുപോലെ ത്രില്ലറും ലവ് സ്റ്റോറിയും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ വളരെയധികം സന്തോഷം. നല്ല മെസ്സേജസാണ് വരുന്നത്. എല്ലാവരും കണ്ടവർ വിളിക്കുന്നുണ്ട്. കുറേ നാളെ കോളൊക്കെ വന്നിട്ട് അപ്പോൾ നന്നായിട്ട് കോളിന് മെസ്സേജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സന്തോഷം. നമസ്കാരം. ശ്രീരാജ് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകൻ്റെ ഒരു വ്യത്യസ്തമാർന്ന ഒരു മേക്കിംഗ് ശൈലി നമുക്ക് ഈ മൂവിയിലൂടെ കാണാൻ സാധിക്കും. ഞാൻ മൂവി തിയേറ്ററിൽ വെച്ച് കണ്ടത്. എല്ലാവർക്കും എന്നുള്ളതാണ് എൻ്റെ രീതി. ആദ്യത്തെ ദിവസം വളരെ സന്തോഷമുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് തന്നിട്ടുള്ളൊരു സിനിമയാണ്. കാരണം എല്ലാ സിനിമയും നമ്മൾ ആദ്യത്തെ ദിവസം എൻ്റെ സിനിമകൾ കാണുമ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ കൂടുതലും എൻ്റെ ഫസ്റ്റ് മൂവി ഇറങ്ങിയ ദിവസം ഞാൻ കാണാൻ പോകുന്ന ഒരു ഫീലിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ ഈ മൂവി കണ്ടത്. ആ തന്നിട്ടുള്ള ക്യാരക്ടർ മാക്സിമം നല്ലതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പടം കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ.
എല്ലാവരും പറയണോ അതോ ചോദ്യം ചെയ്യുന്നു? ആ ഓക്കെ. അപ്പോൾ ഒരു ഞാൻ രാജൻ, ഒരു 10-18 വർഷമായിട്ട് തിയേറ്ററായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു പ്രതാപൻ, അതിൻ്റെ ഇതിൽ എസ്ഐയുടെ റോൾ ചെയ്തിട്ടുള്ള CI റോൾ ചെയ്തിട്ടുള്ള രാംകുമാർ. ഇപ്പോൾ ഊരാളി എന്ന മ്യൂസിക്കിന് വേണ്ടി ബാൻഡിന് വേണ്ടിയിട്ട് ലിറിക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ സേലം ഒത്തസവർ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇതുപോലെ സിനിമക്കാരുടെ ഇടയിലുണ്ടായിരുന്നു. ഇപ്പോൾ ആരഞ്ജിത്തൊക്കെയായിട്ട് നമ്മൾ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആഴ്ച അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പോകും വഴി നമ്മൾ വീണ്ടും പ്രിയപ്പെട്ടവരെ, ഞാൻ കോളങ്ങാട്ടുകര, അതായത് തൃശ്ശൂർ ജില്ലയിലെ കോളങ്ങാട്ടുകര എന്ന പ്രദേശത്തുള്ള ഒരു നാടക പ്രവർത്തകനാണ്. സുന്ദരൻ തച്ചപ്പള്ളി എന്നാണ് പറയപ്പെടുന്നത്. കുറച്ചു കാലമായി നാടകങ്ങളോടൊപ്പമുണ്ട്, 50 വർഷത്തിലേറെയായി. ഇപ്പോൾ അവിചാരിതമായി ഒരു നല്ല സിനിമയിൽ ഒരു നല്ല സംവിധായകൻ്റെ കീഴിൽ നല്ല കുറേ അഭിനേതാക്കളോടൊപ്പം ഒരു നല്ല സിനിമ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമുണ്ട്. അതിന് വഴിയൊരുക്കി തന്ന എല്ലാവരോടും നന്ദിയും സ്നേഹവുമുണ്ട്. ഇതിലെ തുപ്രൻ എന്ന കഥാപാത്രം അതിന് കിട്ടുമ്പോൾ, കയ്യിൽ കിട്ടുമ്പോൾ അത് മുഴുവനായി പറഞ്ഞു തന്നിരുന്നില്ല എങ്കിലും ഓരോ ഷോട്ടുകൾ ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമായ പെർഫോമൻസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തന്ന ഒരു സംവിധായകനായിരുന്നു ശ്രീരാജ്. അതായത് പിടിവാശികളില്ലാതെ അതിൻ്റെ സെൻസ് കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇംപ്രവൈസേഷൻ അനുസരിച്ച് ചെയ്യാം എന്ന അഭിനേതാവിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച് തന്നതിൻ്റെ പേരിൽ അതുകൊണ്ട് മാത്രം ആ ലിമിറ്റിൽ നിന്ന് വിട്ട് കഥാപാത്രത്തെ വിജയിപ്പിക്കാൻ അഭിനേതാവിൻ്റെ പരമാവധി ചെയ്യാൻ കഴിഞ്ഞു. അതിലുള്ള സന്തോഷമുണ്ട്. അതോടൊപ്പം കൂടെ നിന്ന എല്ലാവരോടും പ്രത്യേകം നന്ദിയും സ്നേഹവുമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസഫ് മാത്യൂസ് എന്നാണ്. ഞാനും ഒരു 5-8 വർഷമായിട്ട് തിയേറ്ററിൽ ഇങ്ങനെയൊക്കെ എൻ്റെ സീനിയേഴ്സാണ്. ഇപ്പോൾ രാജേട്ടനൊക്കെ എൻ്റെ സീനിയേഴ്സാണ്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത സിനിമ എബ്രഹാം ഓസ്ലറാണ്. ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഇത്രയും വലിയൊരു ബാനർ, അതുപോലെ ശ്രീരാജേട്ടൻ്റെ ഡയറക്ഷൻ, പിന്നെ ഇത്രയും വലിയൊരു കാസ്റ്റിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റാൻ തന്നെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഓസ്ലറിൽ സൈജു ചേട്ടൻ്റെ ചെറുപ്പകാലമാണ് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്, പൂമാനവേശവും. അപ്പോൾ അതിനുശേഷം ഈ ഒരു സിനിമയ്ക്ക് എത്തിപ്പെട്ടപ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ടായിരുന്നു. ഞാൻ ഇത്രയും വലിയൊരു ടീമിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് കഴിഞ്ഞ മൂവി അപേക്ഷിച്ച് ഇത് ഫൈറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്ന അതിൻ്റെ ഫൈറ്റ് ട്രെയിനിങ്ങും ചെയ്തതിൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷൻ പുള്ളിക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ മിസ്റ്റേക്ക് കാരണം വെച്ചാൽ ഡമ്മി വണ്ടിയൊക്കെ ഞങ്ങൾ അടിച്ച് പഠിച്ചതൊക്കെ ശിവചാരൻ്റെ മേത്തായിരുന്നു. അപ്പോൾ പക്ഷേ അത്രയ്ക്കും കോപ്പറേറ്റീവ് ആയിരുന്നു ചേട്ടൻ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് അത്തരത്തിലൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമസ്കാരം. സാറില്ല, ഞാൻ ആദ്യമായിട്ട് ഒരു പ്രസംഗീകരിക്കണതും വർത്താനം പറയണതും ക്ഷമിക്കണം. എൻ്റെ പേര് രാംകുമാർ എന്നാണ്. ഞാൻ അഭിനയം നന്നായിരുന്നു, പ്രധാനം പറയുന്നത്. അത് ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരുപാട് കാലമായിട്ട് ഒരുമിച്ച് നാടകം ചെയ്യണത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാം, നോക്കണ്ട. അപ്പോൾ ഈ സിനിമയിൽ CI എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ എന്താ സംഭവമുണ്ട്. കുറേ കാലമായിട്ട് നാടകങ്ങൾ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഷോർട്ട് ഫിലിമുകൾ ചെയ്തു. അങ്ങനെ ശ്രീരാജ് ചെയ്ത ആ തൂമ്പ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പറ്റി. അങ്ങനെ പ്രതാപൻ കാസ്റ്റ് ചെയ്തു പറഞ്ഞു പറഞ്ഞ അതെ, പ്രതാപൻ കാസ്റ്റിംഗ് ഡയറക്ടറാണ്. അത് പറയണം, ആണ് ആളുടെ കാര്യം. അപ്പൊ അവൻ കാസ്റ്റ് ചെയ്ത കാരണം എനിക്ക് അഭിനയിക്കാൻ പറ്റി എന്നൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്. ഞാൻ നന്നാവണത് അവൻ കാരനാണെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊന്നും നല്ല കാര്യം പോട്ടെ. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. തൂമ്പ കഴിഞ്ഞു വന്നിട്ട് ആള് ശ്രീരാജ് സിനിമ ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞു വിളിച്ചു വന്നു. അപ്പോൾ ആള് ശ്രീരാജനോട് പറഞ്ഞൊരു കാര്യം, തൂമ്പയിലത്തെ അപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ പോലീസുകാരനെ എങ്ങനെ ഉണ്ടാവും, അത് മതി എനിക്കെന്ന് പറഞ്ഞു.
അപ്പോൾ അയാൾ പിന്നെ ചാടി ഇടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെയാണ് ഒരു കാര്യം പറഞ്ഞു. ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു സമയത്ത് ബേസിലായുള്ള ഒരു കോമ്പിനേഷൻ്റെ സമയത്ത് പറഞ്ഞു നീ പൊട്ടന്നൊക്കെ വിളിച്ചോളാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കിടന്നാണ് ഒരു ക്യാരക്ടറിൻ്റെ ഒരു പൂർണ്ണ രൂപം കിട്ടുന്നത് ചെയ്യാൻ പറ്റണതൊക്കെ. ഞാൻ നോക്കിയിട്ട് ഞാനിപ്പോൾ സംസാരിക്കാറുണ്ട്. ഒരു പക്ഷേ ബേസിലിനെ പോലെ നടന്നായ കാരണം നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയതും വേറെ ചിലപ്പോൾ സംഭവിക്കുന്നില്ല. ഈ ഇങ്ങോട്ടാന്ന് വിളിക്കുന്നത് പെട്ടുപോയില്ലേ നമ്മള്. അപ്പം അങ്ങനെ സംഭവിച്ചു. സിനിമ നന്നായി ഒന്നും പ്രതീക്ഷിക്കണം. എല്ലാവരും സിനിമ കാണണം, പ്രോത്സാഹിപ്പിക്കണം. നന്ദി, സന്തോഷം. സന്തോഷം. എൻ്റെ പേര് പ്രതാപൻ എന്നാണ്. ഇവരുടെ പേര് രാജൻ, രാംകുമാർ, ജോസഫ് ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നാടകം ചെയ്ത മണി ഇതൊക്കെ ഞങ്ങൾ തൃശ്ശൂരുള്ള നാടകപ്രവർത്തകരും ഒക്കെയാണ്. ഞാൻ ഈ സിനിമയിലേക്ക് വന്നത് ഈ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഉണ്ട് എബ്രു സൈമൺ. വളരെ കാലമായിട്ടുള്ള എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ശ്രീരാജ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല അല്ലേ? ശ്രീരാജ് കഴിഞ്ഞ പടം, അതായത് ഷോർട്ട് ഫിലിം തൂമ്പ ചെയ്യുന്ന നേരത്ത് എബ്രു ശ്രീരാജിനെ കൊണ്ട് എൻ്റെ വീട്ടിൽ, എൻ്റെ ഭാര്യ വീട്ടിലേക്ക് വരെയും എന്നോട് നമുക്ക് ഇങ്ങനൊരു പടം ഉണ്ട്, അതിൻ്റെ കാസ്റ്റിംഗ് നോക്കണം എന്ന് പറഞ്ഞു. ആകെ 5 പേരുള്ളൂ തൂമ്പയിൽ. രാമൻ്റെ ഭാര്യയും പിന്നെ 2 ചെറിയ കുട്ടികളും അങ്ങനെ. അപ്പോൾ ഞാനത് വളരെ ഗൗരവമായിട്ടാണ് ഞാൻ അതിനെ ആ കാസ്റ്റിങ്ങിനെ കണ്ടത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി തോന്നി. 5 പേരെ കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ട് തോന്നി. ഞാൻ നന്നായി കാസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് രാമൻ വന്നത്. നേരത്തെ ഞങ്ങൾ 25 വർഷമായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നതാണ്ടാ. ഞങ്ങൾ ഭയങ്കര ജോഡിയായിട്ട് പലപ്പോഴും അളിയൻ, അച്ഛൻ, അമ്മ, മകൻ അങ്ങനെയൊക്കെ ധാരാളം നിങ്ങൾ നാടകം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ശ്രീരാജായിട്ട് സൗഹൃദത്തിലാവുന്നതും. ശ്രീരാജ് ഈ പടത്തിനെ കുറിച്ച് പറഞ്ഞ നേരത്ത് എന്നോട് ആദ്യം ശ്രീരാജ് സ്ക്രിപ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് പ്രതാപനെ ഇഷ്ടമുള്ളത് ചെയ്തതെന്ന് പറഞ്ഞതിൽ ഞാൻ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ കള്ളുടിയന്മാരെ. ഞാൻ പറഞ്ഞു ഞാൻ കള്ളുടിയാന്ന് പറഞ്ഞു. ഒരു അത് ശ്രീരാജ് സമ്മതിച്ചില്ല. ശ്രീരാജ് പറഞ്ഞു അത് ആരായാലും പ്രതാപനെ തരില്ലേ എന്ന് പറഞ്ഞു. അത് ഇഷ്ടംപോലെ ആൾക്കാർ പ്രതാപനെ കള്ള് ഷാപ്പുകാരനായിട്ടും പെണ്ണുപിടിയനായിട്ടും ചെരുക്കുത്തിയായിട്ടും തരും. അപ്പം ഇതിൽ നമുക്കത് മാറ്റി പിടിക്കാന്ന് ഞാൻ എന്നിട്ട് വാദിച്ചു. മണിയുടെ അടുത്ത് പോയിട്ടൊക്കെ ശ്രീരാജിൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് മണിയുടെ അടുത്ത് പോയിട്ട് സങ്കടമൊക്കെ പറഞ്ഞു. ഞാൻ കള്ളുടിയനായിട്ട് ചെയ്തുകൊണ്ടിരാ എന്നെ ശ്രീയാക്കല്ലെന്ന് പറയടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സങ്കടമൊക്കെ പറഞ്ഞു. അപ്പം ശ്രീരാജ് അല്ലല്ല അത് വേണ്ട ഇതെന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് 1-2 ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ചെയ്യാനായിട്ട്. 2 ദിവസം കഴിയുമ്പോൾ ഇവരൊക്കെ ഏറ്റവും ഭയങ്കര രസമായി. അത് നമുക്ക് പറ്റും എന്ന് തോന്നിയത്. അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ ഈ കോലത്തിൽ കാണുന്നതിലൊരു അതെങ്ങനെ ഇപ്പോൾ പറയാ, അതിനൊരു പ്രത്യേകിച്ച് വാക്ക് മലയാളത്തിൽ പറയാൻ പറ്റില്ല. അത് നിങ്ങൾ പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ അതാണ് എനിക്ക് ഈ പടത്തിൽ, അല്ലെങ്കിൽ ഇത് എനിക്കൊരു കുടുംബചിത്രമാണ്. ഈ പടത്തിന്റെ കഥയല്ല ഞാൻ പറയുന്നത്. ഇതിൽ വളരെ അടുത്ത് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫാമിലി എൻ്റെ ഒരു കുടുംബത്തിലേക്ക് പോകുന്ന പോലെ തന്നെയായിരുന്നു ഇതിൻ്റെ അകത്ത് വന്നിരുന്നത്. പിന്നെ ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞത് എന്താ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ 2 പേരും സമ്മതിച്ചു തന്നു. 2 പേരും സംവിധായകരാണ്. പിന്നെ പടം എടുത്ത ആ പടത്തിന്റെ സീൻ എത്രത്തോളം ഭംഗിയായിട്ട് വരുന്ന വ്യക്തമായ ധാരണയും ആഗ്രഹമുള്ള 2 പേരായിരുന്നു. അപ്പൊ അവര് സമ്മതിച്ച അതൊരു അത്ഭുതമില്ല അല്ലേ? ഇനി പടത്തിനെ കുറിച്ച് എല്ലാം ആദ്യം തന്നെ ബേസിൽ കയറി പറഞ്ഞു. ഇനിയിപ്പോ ഇവരെ ഓരോരുത്തരോടൊന്നും ചോദിക്കരുതെന്ന മട്ടില് എല്ലാ ഡീറ്റെയിൽസും ആദ്യം തന്നെ പറഞ്ഞു. ഇനിയിപ്പോ എന്താ പറയാനല്ലേ, ഇപ്പൊ നമുക്ക് നിയാസിക്ക് കൊടുക്കാം. നമ്മള് സിലോൺ മാമൻ. അതെ, ഞാൻ സിലോൺ മാമൻ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ മറിമായത്തിൽ ഒരു 14 വർഷമായിട്ട് മറിമായം എന്നുള്ള പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് നമ്മളിങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മിക്കപ്പോഴും ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അതിലൊരു ചേഞ്ച് ക്യാരക്ടർ ഇതിനോടൊക്കെ ആ ഒരു പാറ്റേണിൽ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്ത ഏതെങ്കിലും സംഭവമായിട്ട് സാമ്യമായിട്ട് വരുമോ എന്നൊക്കെയുള്ളൊരു ഭയം നമുക്കും അതുപോലെ വിളിക്കുന്നവർക്കും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു നല്ല ഡയറക്ടർ വിചാരിച്ചാൽ നമ്മളെ കൊണ്ടൊക്കെ ഇനിയും മനോഹരമായിട്ട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് വിശ്വസിപ്പിച്ച ഒരു ക്യാരക്ടറാണ് എൻ്റെ. ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം സിലോൺ മാമൻ എന്നുള്ള ഒരു ക്യാരക്ടർ ഞാൻ ഈ 14 വർഷം ചെയ്ത മറിമായത്തിലോ ഇതുവരെ ചെയ്ത സിനിമയിലോ ഇല്ല. അത് പൂർണ്ണമായിട്ടും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ എൻ്റെ ഈ സിനിമ ഷൂട്ട് കാണുന്നത് എൻ്റെ നാട്ടിലാണ്, വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി ഒരു 5 കിലോമീറ്ററിനകത്ത് ലെജൻഡുകളായിട്ടുള്ള ഒരുപാട് ആൾക്ക് ജന്മം കൊടുത്തിട്ടുള്ള നാടാണ്. ഭരതൻ, ഒടുവിൽ കൃഷ്ണൻ, പിന്നെ കലാമണ്ഡലം ഹൈദരലി, എൻ്റെ ഫാദർ,
അങ്ങനെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ആ ഒരു പരിസരത്താണ് ഈ ഷൂട്ട് നടന്നത്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ത്രില്ലായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമയുടെ ഒരു ഫോട്ടോഗ്രാഫിക് ഒരു സെൻസ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ. വെങ്കലം എന്നുള്ള ഭരതേട്ടൻ്റെ വെങ്കലം എന്നുള്ള സിനിമ, താഴ്വാരം എന്നുള്ള സിനിമ കാണുമ്പോണ്ടാവുന്ന ഒരു ചേഞ്ച്, അതിൻ്റെ ഒരു വിഷ്വൽ സ്റ്റൈല് 100% എൻ്റെ നാട്ടിൽ, ഞാൻ വടക്കാഞ്ചേരി പച്ചയായിട്ടുള്ള ഒരു ഗ്രാമമാണ് നാട്, അവിടെ നാട്ടിൽ കാണുന്ന ഒരുപാട് കഥാപാത്രങ്ങളും ഒക്കെ ആയിട്ട് വളരെ സാമ്യമുണ്ട് ഇതിലെ പല ക്യാരക്ടേഴ്സും. അങ്ങനെ കൃത്യമായിട്ട് ഒരു സിനിമയിൽ നിന്ന് മാറി നിന്ന് ഒരു നാട്ടിലേക്ക് നോക്കുന്നത് പോലുള്ള ഒരു കാഴ്ച ഈ പ്രാവൻകുടി ഷാപ്പ് എന്നുള്ള സിനിമയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ ഒരു അഭിപ്രായമാണ്. പിന്നെ ടോട്ടലി ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേക്ക് ഓവറാണ്. അതിന് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ നെറ്റ്മാനായിട്ടുള്ള റോണക്സിനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കരവിരുത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സൗബിൻ ബായിക്കാണെങ്കിലും എല്ലാവർക്കും, അതേമാതിരി ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജിലും എല്ലാവരുടെ ക്യാരക്ടറും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലിലാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഈ സിനിമയുടെ വളരെ പ്രത്യേകതയായിട്ട് ഫീൽ ചെയ്തു. എന്തായാലും സിനിമ ആളുകൾ ഏറ്റെടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ആർആറിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടാണെങ്കിലും ഓരോരുത്തരും ചെയ്ത ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഇനിയും കാണാത്തവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പ്രാവൻകുടി ഷാപ്പ്. താങ്ക് യു. അതായത് നിങ്ങൾ അവിടുന്ന് ഇവിടം വരെയുള്ള ആൾക്കാർ സംസാരിച്ചപ്പോൾ കിട്ടിയൊരു വൈബില്ലേ, ഇതാണ് പ്രാവൻകുടി ഷാപ്പ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയ ഡോസ് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഈ ചെറിയൊരു ചിരി ഇവിടെ പച്ചയായ, ഇപ്പം ഇവർ പച്ചയ്ക്ക് ഇങ്ങനെ പറഞ്ഞത്, പച്ചയായ പെർഫോമൻസ് നിങ്ങൾക്ക് പ്രാവൻകുടി ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ കാണാം. ഇത്രയും നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ പ്രാവൻകുടി ഷാപ്പ് ഇതിൻ്റെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഷാപ്പിലെ കുടിയന്മാർ ശരിക്കും നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഹലോ, ഹായ്, എൻ്റെ പേര് ജോർജ് എന്നാണ്. ഈ പടത്തിൻ്റെ അകത്ത് കൊത്തി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഹാപ്പിയാണ് ഇതുപോലുള്ള വലിയ ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഹായ്, നമസ്കാരം. എൻ്റെ പേര് രേവതി എന്നാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ല. ശ്രീരാഗ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, അൻവർ റഷീദ് പ്രൊഡക്ഷൻ, ഷൈജു ഖാലിദ് DOP, പിന്നെ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ എല്ലാവരെയും കൂടെ ഒരു നല്ല ക്രൂ ആയിരുന്നു. വർക്ക് ചെയ്യാൻ പറ്റി, ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഇവിടെ സംസാരിക്കാനാണ് ഇച്ചിരി കംഫർട്ട് കുറവ്. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല മൂവിയാണ്, എല്ലാവരും പോയി കാണണം. കല്യാണി എന്നാണ് ഞാൻ ചെയ്ത ക്യാരക്ടറിൻ്റെ പേര്. താങ്ക് യു. എൻ്റെ പേര് രാജിയ റൺസി. ഇതിൽ റാണിമോൾ എന്നൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്തത്. എന്നെ ഈ സിനിമയിലോട്ട് വിളിച്ച് ഞാൻ പേരിലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിതിൻ ഉണ്ടായിരുന്നു. ഈ പടത്തിൽ അസോസിയേറ്റ് ആണ്. നിതിനും പ്രസവവും കൂടിയാണ് വിളിച്ചത്. ഒരു ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, രാജേച്ചി തിരക്കിലാണോ? ഞാൻ എന്ത് പണക്കടാ, ഞാനിവിടെ പൊന്മുട്ടേന്ന് ഫുഡാക്കിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ട്, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അവിടെ ചെന്നപ്പോഴാണ് ഡയറക്ടർ കണ്ടു, കുറച്ച് കാര്യങ്ങളും ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, ആരാ നായകൻ? സ്ഥിരം ആൾക്കാർ ചോദിക്കുമ്പോൾ സൗഭിക്കാൻ കൊള്ളാം, അടുത്ത പൊളി കിട്ടുമോ? അപ്പോൾ പെർഫോം ചെയ്യേ. ഒന്ന് ചെയ്തു, രണ്ട് ചെയ്തു, മൂന്നാമത്തെ ഓക്കെ ശരി വിളിക്കാം. വീട്ടിൽ വന്നിട്ട് സകല ദൈവങ്ങളെയും വിളിച്ചു. രാത്രി 12:00 വിളിച്ചു ചോദിച്ചു, എന്തായാലും വല്ലതും നടക്കും. അപ്പോൾ എല്ലാ രാജ്യം വിളിക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഫോൺ വന്നിട്ട് പറഞ്ഞു, രാജ്യത്ത് സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞങ്ങളെപ്പോലുള്ള ഒത്തിരി പുതുമുഖങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വേഷം ചെയ്യാൻ പറ്റി. അതിൽ എന്താ പറയുക, 5 പോലീസുകാരോട് നിൽക്കാൻ പറ്റി. പിന്നെ ആദ്യത്തെ സീൻ ഒരു ബേസിൻ്റെ കൂടെയാണ് ഒരു സീനിൽ വർക്ക് ചെയ്തത്. ഡയലോഗ് വന്ന സാധനം. അപ്പോൾ സത്യം പറഞ്ഞാൽ 5 ഡയറക്ടർമാരുടെ ഇടയിൽ പെട്ടിരിക്കുകയാണ്. സൗഖ്യത്തോട് സംസാരിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ചെയ്തിട്ടൊന്ന് ബേസിൽ നോക്കും എന്താണ് എക്സ്പ്രഷൻ. അപ്പോൾ കുഴപ്പമില്ല, ഓക്കെ. പിന്നെ DOP നോക്കും, ഓക്കെയാണ്. അബ്രോര് നോക്കും. ശ്രീരാജൻ പറഞ്ഞു ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു.
ഒരു കൗണ്ടറിൽ ചിരിക്കുന്നൊരു സാധനമുണ്ട് ബേസിൽ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുമ്പോൾ. അപ്പോൾ അറിയാണ്ട് ചിരിച്ചപ്പോൾ അത് പിടിച്ച കുട്ടമ്പിള്ളയെന്ന് പറഞ്ഞു. കുട്ടമ്പിള്ളയെന്നാണ് സെറ്റ് വിളിച്ച് കളിയായിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുട്ടമ്പിള്ള അങ്ങനെ ചിരിച്ചോളാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ആ സീൻ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞങ്ങൾ കുറേ പേർക്ക് കൂട്ടത്തിൽ ഞങ്ങൾ 4-5 പേർക്ക് നിൽക്കുന്ന സമയത്ത് ഇത് അയാൾ പറയും, ഇത് അങ്ങനെ പറയും, ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞ് ഇല്ലാത്ത സാധനം വരെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ചില ഡയലോഗുകൾ എല്ലാവർക്കും. ഇത്രയും സപ്പോർട്ടീവായിട്ട് ഈ ബേസിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു കുറച്ച് ദിവസങ്ങളും കൂടിയാണ് അവിടെ. ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ സൗഖ്യയുടെ കൂടെ അടുത്ത പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. ആരെങ്കിലും വിളിക്കുമായിരിക്കും. ഇല്ലേ, വിളിക്കില്ലേ? ഇക്ക വിളിക്കുമോ? പിന്നെ പ്രതാപേട്ടൻ്റെ അടുത്ത് പറയാം. കാരണം പേരിലൂരിലൊന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. രാമേട്ടൻ എന്നെ ഞെട്ടിച്ചു. കാരണം തൂമ്പ ഷോർട്ട് ഫിലിം കാണുന്നത് ഡയറക്ടർ അറിയുമെന്ന് അറിയില്ല. ഷൂട്ടിൻ്റെ തലേ ദിവസമാണ് എന്നുവെച്ചാൽ രാമേട്ടനെ അടിച്ചത്, പ്രതാപേട്ടനെ അടിച്ചു തന്നു. അപ്പം ഞാൻ കണ്ടില്ല. അപ്പോൾ ഷൂട്ടിൻ്റെ തലേ ദിവസം രാത്രി ഇരുന്ന് കണ്ടപ്പോൾ ഒത്തിരി കൊള്ളാമല്ലോ. ഞാനന്നിരുന്ന് നിർത്തി പിടിച്ച് ഷെയർ ചെയ്തു. രാവിലെ ഞാൻ വന്നപ്പോൾ രാമേട്ടനെ കണ്ടപ്പോൾ ഈ മനുഷ്യനാണ് അത് ചെയ്തത്. പക്ഷെ പോലീസായിട്ട് യൂണിഫോം ഇട്ട് വന്നു കഴിയുമ്പോൾ ഞെട്ടിപ്പോവും. ലൊക്കേഷനിൽ കൂലിപ്പണിക്കാരെ പോലെ എല്ലാവരും നിൽക്കണതേ. യൂണിഫോം ഇട്ട് ഇരിക്കണ കണ്ടില്ലേ, സിമ്പിളായിട്ട്. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുവിധപ്പെട്ട ആരെയും മനസ്സിലായിട്ടില്ല. ആ മേക്കപ്പ് സ്റ്റൈല് സൗഭിക്ക കാലൊക്കെ വെച്ചിട്ട് അഭിനയിക്കുന്ന സീനൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ ഭയങ്കര ഫാനാണ് എൻ്റെ കുട്ടികളൊക്കെ. സൗഭിക്കനെ കണ്ടാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഹസ്ബൻഡോട് എന്ത് രസമായിട്ടാണ് ചെയ്തേക്കണേ പറഞ്ഞ് ഞാൻ കഥ പറഞ്ഞത്. ഇപ്പം സംസാരിച്ച് ഹീരോന്നുള്ള ആൾക്കാരല്ല. അതിലെ ശാന്തിനി ഒരു രക്ഷയിൽ എൻ്റെ മോളെ എന്താ പറയുക, എടുത്തു പറയുന്നൊരു നടി തന്നെയാണ്. അത്ര രസമായിട്ട് അസാധ്യമായിട്ട് പെർഫോം ചെയ്ത്. നോട്ടാണെങ്കിലും കൗണ്ടറാണെങ്കിലും എവിടെയൊക്കെയാണ് കോമഡി അല്ലെങ്കിൽ എനിക്കെന്നെ മനസ്സിലാവില്ല. ഭയങ്കര രസമായിട്ട് ചെയ്തു. കുറേ സംസാരിച്ചാൽ കയ്യിൽ പോകും. ഞാനത് കൊടുക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും സിനിമ ഫാമിലിയായിട്ട് തന്നെ കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രണയവും വൈറ്റും കോമഡി ഇൻഡസ്ട്രീസ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമസ്കാരം, എൻ്റെ പേര് മണി. ഞാൻ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ബേസിക്കോടെ മിന്നൽ മുരളി. ഞാൻ ശ്രീരാജിൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ 7 വർഷമായിട്ട് പടം ഓണാകാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ സിനിമ നടന്നു. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. ഞാനിതിൽ ചിയാരം കുട്ടാപ്പ് എന്ന് പറഞ്ഞ റോളാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും ക്രൂവിൻ്റെ കൂടെയും പിന്നെ അമ്പുക്ക അതുപോലെ തന്നെ ഷൈജുക്ക ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് പേഴ്സണൽ ഒരു സംഭവം തന്നെ സ്ക്രീനിൽ കണ്ടു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട നടനാണ് എനിക്ക് സൗഭികയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹം. അത് എനിക്ക് ശ്രീരാജ് മൂലം എനിക്ക് സംഭവിച്ചു. അതെൻ്റെ ഒരു പേഴ്സണൽ ഒരു ഫേവറേറ്റ് ആയിരുന്നു. അത് സംഭവിച്ചു. സന്തോഷം. ബാക്കി നിങ്ങളെല്ലാവരും സിനിമ കണ്ട് അഭിപ്രായം മറ്റുള്ളവർക്ക് പറയാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരോടും പറഞ്ഞത് തിയേറ്ററിലെ ആളെ നടക്കുക. അത്രേ പറയുള്ളൂ. എൻ്റെ പേര് രാജേഷ് എന്നാണ്. നമസ്കാരം. കാസർഗോഡുകാരനാണ്. ഈ സിനിമ മുമ്പേ മദനോത്സവം എന്നുള്ള സിനിമയിൽ, രേഖ എന്നുള്ള സിനിമയിലൊക്കെ 2 സിനിമയിലാണ് ഞാൻ കാര്യമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. മദനോത്സവത്തിൽ പാർട്ടി സെക്രട്ടറിയും രേഖയിൽ ബിൻസിയുടെ അച്ഛനായിട്ടുമാണ് അഭിനയിച്ചിരിക്കുന്നത്. പ്രാവീൺവുഡ് ഷാപ്പിൽ വരാൻ കാരണം അബ്രു സൈമണാണ്. അബ്രുവാണ് എന്നെ വിളിച്ചിട്ട് പിന്നെ ശ്രീരാജിൻ്റെ മുന്നിലെത്തുകയും ശ്രീരാജ് എന്നോട് വർത്തമാനം പറയുകയും മണിയും ശ്രീരാജൊക്കെയാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് പ്രതാപനും ദേവനും ഞാനും രാജിയും സുഭാഷ് ഏട്ടനൊക്കെയുള്ള ഒരു പോലീസ് സൈന്യത്തിൻ്റെ ഒന്നിച്ചാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ ബേസിൽ എന്ന് പറഞ്ഞ മഹാനായ നടനുമാണെന്ന് മനസ്സിലാകുന്നത്. എനിക്ക് ഇപ്പെല്ലാം സ്വീപ്പ് പറഞ്ഞാൽ വളരെ സിൻസിയറായിട്ട് പറഞ്ഞാണ്. എനിക്ക് ഇതിലെ ലൊക്കേഷനിൽ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ ഒന്നിച്ചായിരുന്നല്ലോ നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് മുഴുവൻ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കരമായ സപ്പോർട്ട് എന്നെ ഭയങ്കരമായിട്ട്, ഇത്രയും വലിയൊരു നടൻ ഇത്ര അധികം സപ്പോർട്ട് നമ്മുടെ കോ ആർട്ടിസ്റ്റ് സ്പേസ് ഞങ്ങൾക്ക് തരും. ആ ശ്രീരാജാണ് ഏറ്റവും കൂടുതൽ സ്പേസ് തരിക. അതിൻ്റെ ഒന്നിച്ചിട്ട് ഷൈജു ആയാലും പിന്നെ ലൊക്കേഷനിൽ ഏകദേശം മുഴുവൻ സമയവും അമ്പൂക്കയും സജീവമായിട്ടുണ്ടാവും. അതൊരു മൂലയിൽ അദ്ദേഹം ഇരിക്കുകയും അദ്ദേഹം പ്രതാപം സൂചിപ്പിച്ച മാതിരി എല്ലാം കണ്ട് ആസ്വദിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അമ്പൂക്കൻ്റെ. നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും അദ്ദേഹത്തിനോട് അത്തരം രീതികളൊക്കെ. അപ്പം ഞങ്ങളെ ഒരുപാട് ആക്ടേഴ്സിന് ഒരുപാട് സ്പേസ് തരും എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ആത്മാർത്ഥമായി എനിക്ക് അനുഭവപ്പെട്ടത്.
അതിൽ ബേസിലിനോടും സൗബിക്കോടും ബാക്കി എല്ലാ ഷൈജുവിനോടും അതിലുപരി ഏറ്റവും ഉപരി ശ്രീരാജിനോടും അമ്പൂക്കയോടും ശിവനോടും ശബരിയോടും ഒക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇതിൽ പ്രകാശിപ്പിക്കുന്നു. എല്ലാവർക്കും എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടം. ഹായ്, ഞാൻ ചാന്ദിനി. എന്താ പറയുക, ഞാൻ എല്ലാവരും സംസാരിക്കാമെന്ന് വിചാരിച്ചത് മെയിൻലി സെറ്റിൽ കാണുന്ന പോലെയല്ല ഇവിടെ ആരും ഇരിക്കുന്നത്. നമ്മൾ സെറ്റിലോട്ട് പോകുമ്പം റെഡി ആയിട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറ്. സോ ഇപ്പോഴാണ് ഓരോരുത്തരുടെ ഒരു ഒറിജിനൽ രൂപം കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സോ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ തന്നപ്പം കുറച്ചുകൂടെ മനസ്സിലായി. ഞാൻ ഈ സിനിമയിൽ ഞാൻ കുറച്ചാളും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ച് അമേരിക്കയിൽ പോയിരുന്നു. എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു, തിരിച്ച് വന്നപ്പം ഒരു റാൻഡം ആയിട്ടായിരുന്നു അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ്സ് പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഒരു കോൾ വരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അവിടെ പോയി. ഡയറക്ടർ ശ്രീരാജു ഉണ്ടായിരുന്നു. ഇവരെന്തൊരു ഒരു സീക്വൻസ് പറഞ്ഞു, അത് ചെയ്ത് പെട്ടെന്ന് നോക്കുമ്പോൾ സിനിമ എല്ലാം തുടങ്ങി. അപ്പോൾ നമുക്ക് ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ അല്ലെങ്കിൽ പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ട്രെയിലർ കണ്ടാൽ എന്നെപ്പോലെ എല്ലാം കാണാൻ ആസ് ഇൻ എൻ്റെ ഒരു ഒറിജിനൽ ഫിസിക് ആൻഡ് ലുക്ക് വൈസ്. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഡയറക്ടർ അത് വിഷ്വലൈസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇതിന് മുന്നേ കുറേ ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലുക്കുള്ള ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻസ്. അങ്ങനെ ചാന്ദി അതുപോലെയല്ല കാണാൻ. അപ്പം ഇറ്റ് വോണ്ട് വർക്ക്. പക്ഷേ ശ്രീരാജൻ എന്തായാലും അങ്ങനെ കാണാൻ പറ്റി. അതെനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, വൈ എന്തിനാണ് ചാന്ദിനെ കാസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ലുക്കിൽ. പക്ഷെ ആളെ കാസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മെരിൻഡ എന്നാണ്. ഭയങ്കര ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഐ തിങ്ക് ഇവിടെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സിന് ഒരു ക്വർക്കിനെസ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ സൗദിക്ക് മറ്റേ കാലിനൊരു ഇങ്ങോട്ടുള്ളുണ്ട്, പേഷ്യൻ്റ് വിരലിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ഇതുണ്ട്. അപ്പോൾ ഈ യുണീക്ക് ടച്ചസ് എന്തായാലും ഡയറക്ടർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടറിനും തന്നിട്ടുണ്ട്. ഐ എം വെരി താങ്ക്ഫുൾ. ഇതിൽ ഡബ് ചെയ്യാൻ പറ്റി. അതിന് കംപ്ലീറ്റ്ലി ഡയറക്ടറിൻ്റെ സപ്പോർട്ടാണ്. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിനും ഒരു മെയിൻ പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അമ്പുക്കയാണ്. അമ്പുക്ക ഇപ്പം എല്ലാവരും പറയുന്നത് സെറ്റിൽ വന്നൊന്നും മിണ്ടില്ല. പക്ഷെ അമ്പുക്ക വരുമ്പോൾ ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആണ്. ഭയങ്കര ഒരു പോസിറ്റീവ് ആൻഡ് പ്ലസൻറ്റ് ഓറയാണ്. ആൻഡ് ഷൈജിക്കിനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ആ ഫ്രെയിംസിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ആള് ഭയങ്കര നമ്മൾ കംഫർട്ടാക്കും. സോ അതുകൊണ്ട് തന്നെ അഭിനയിക്കാൻ നന്നായിട്ട് പറ്റി. പിന്നെ ഇപ്പം എല്ലാവരും ലിസ്റ്റ് ചെയ്യണം. എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ ആൻഡ് സൗണ്ട് ഡിസൈൻ എല്ലാവരാണെങ്കിലും ഇപ്പോൾ ഷഫീഖാണ് എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയ് ആൻഡ് സൗണ്ട് ഡിസൈനർ വിഷ്ണു ഗോവിന്ദ്. ഇവരെല്ലാവരും അവരുടെ രീതിയിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. സോ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനും സഭയ്ക്ക് മുന്നേ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല. സോ ഡാവിൻ്റെ ബന്ധവും CIA-യും. പക്ഷേ ഇപ്പോൾ കോമ്പിനേഷനായിട്ട് അഭിനയിക്കാൻ പറ്റി. ഇവിടെ ആളും കൂടി കോമ്പിനേഷൻ കിട്ടി. അത് രണ്ടുപേരും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടൈപ്പ് ആക്ടേഴ്സുമാണ്. അപ്പോൾ ആ സീക്വൻസസും നിങ്ങൾ കണ്ടാൽ അറിയാം, ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. പിന്നെ എനിക്ക് രാജീവ് മാമിൻ്റെ കൂടെ സീക്വൻസസ് ഉണ്ടായിരുന്നു. ബാക്കി അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും കൂടിയാണ് ഹിറ്റ് ഉണ്ടായിരുന്നത്. സോ ആ സീക്വൻസസ് ഇറ്റ് വാസ് വെരി ഫൺ. അത് ക്യാരക്ടർ വൈസ് ആണെങ്കിലും പെർഫോം ചെയ്യുമ്പം ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഡയറക്ടറിൻ്റെ ഒരു വിഷൻ നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും സിനിമ കാണും, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. രണ്ടായിരത്തി 2024 ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു നടന്മാരിൽ ഒരാളാണ് ബേസിൽ. അപ്പോൾ ഇപ്പോൾ പ്രാവൻകുടിശ അപ്പോൾ നല്ല റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന് ഗുഡൻസ്, എന്താണ് ചെയ്യുന്ന ഫിലിംസ് എല്ലാം ഹിറ്റ് ആവുന്നതിൻ്റെ? അത് നല്ല സിനിമയാണ്. അല്ല, സിനിമകളൊക്കെ നല്ലതായതുകൊണ്ട് തന്നെയാണല്ലോ. സിനിമ നല്ലതാണെങ്കിൽ ഹിറ്റാവും, മോശമാണെങ്കിൽ ആവില്ല. അത്രേ ഉള്ളൂ. ചെയ്യുമ്പോൾ നല്ലത് നോക്കി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ അത് വർക്ക് ചെയ്തവരൊക്കെ നല്ല ടെക്നീഷ്യൻസും നല്ല ഡയറക്ടേഴ്സൊക്കെയാണ്, ശ്രീരാജ് ഉൾപ്പെടെ. അപ്പോൾ അവരൊക്കെ തന്നെ എല്ലാവരും കൂടെ ഉള്ളൊരു പരിപാടിയാണ്. അതേപോലെ തന്നെ ഇതിലൊരു 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ബൈക്ക് റൈഡ് സീനുണ്ട്. അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? ഒറിജിനൽ ഡ്യൂപ്പാണോ ഒറിജിനലാണോ ചെയ്തത്? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പാടുപെട്ടു കുറച്ചധികം. ഞാൻ
ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ചെയ്തത്. പലരും പറഞ്ഞു എന്നോട് ചെയ്യരുത് പക്ഷെ സിനിമയാണ് അതുകൊണ്ട് ഞാനത് ചെയ്തു. ഫാമിലി സ്റ്റാർ നെക്സ്റ്റ് ആക്ഷൻ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടാണ്. ഹെൽമെറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് ഒരു ഒരു ധൈര്യം ഉണ്ടായിരുന്നു, എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു. പക്ഷെ ആ പറപ്പിച്ച് അങ്ങോട്ട് കുഴപ്പമില്ല. ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ. നല്ല അടിപൊളിയായിട്ട് പടം വന്നിട്ടുണ്ട്. നല്ലൊരു വൈബ് പടം, അതാണ് തോന്നിയത്. ഓരോരുത്തരുടെ പെർഫോമൻസ്, പിന്നെ ഷോർട്സ്, അയ്യോ രക്ഷയില്ല. ഷൈജു ഗാന്ധിക്കൊന്നും വന്നിട്ടില്ല, അതിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അതില് ശിവജിത്ത് ചേട്ടന്റെ മൂത്രപ്പര ഫൈറ്റ് സീനില്ലേ, അതൊരു ഭയങ്കര സീനായിരുന്നു. അതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതിന്റെ മേക്കിംഗ് ആയാലും പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ആയാലും ഒക്കെ എങ്ങനെ അത് മേക്ക് ചെയ്തെടുത്തു, അവരുടെ എക്സ്പീരിയൻസ്. ശ്രീരാജ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ ആ ഫൈറ്റ് തുടങ്ങുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ മാസ്റ്ററുമായിട്ട് ഇരുന്ന് ഒരു പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു. കാരണം അതിൽ കൂടുതലും ലെങ്തി ആയിട്ടുള്ള സിംഗിൾ ഷോട്ട് പരിപാടിയാണ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ആ സമയത്ത് കുറേ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് അറിയുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് അത്, രണ്ടാമത് ഞാൻ ചെയ്തിട്ടുള്ള ഫൈറ്റ് പോലെ അല്ല അത്. ഇപ്പം ഞാൻ കളരി ചെയ്തിട്ടുണ്ട് ARM-ൽ. അപ്പോൾ അതൊരു കളരിയുടെ ഒരു രീതിയിൽ പോകും. ഇപ്പം മുന്നേ ചെയ്താണെങ്കിൽ ഒരു ബോക്സിംഗ് ടൈപ്പ് ഫൈറ്റാണ് കൽക്കിൽ ചെയ്തത്. ഇത് ശരിക്കും ഒരു നാടൻ ഒരു ഫൈറ്റാണ് വേണ്ടത്. അപ്പം ശരിക്കും നമുക്ക് കുറച്ചും കൂടി മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് ഇപ്പം മാസ്റ്റർ ആയാലും നമുക്ക് ആ ഒരു ഫ്രീഡവും ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ. പിന്നെ കൂടുതലും എനിക്ക് ഫൈറ്റ് ചെയ്യുമ്പോഴും കുറച്ചും കൂടി എന്താ പറയുക, റിയലിസ്റ്റിക്കിലോട്ട് പോകാനും താല്പര്യമാണ്. അപ്പോൾ ആ ഒരു പെയിനൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ആ ഒരു സംഭവം കിട്ടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരൻ പടം കണ്ടിട്ട് പറഞ്ഞായിരുന്നു നല്ല കിൻഡൽ ഇടി എന്ന് പറഞ്ഞായിരുന്നു ശിവജി ചേട്ടന്റെ. അപ്പോ റിയൽ ലൈഫിൽ നല്ല ഇടിക്കാരനാണോ? ശിവജിത്ത് ആക്ച്വലി കലാപ്രതിഭയാണ്. സ്കൂൾ കലോത്സവത്തിൽ 8 ഇനങ്ങളിലെങ്ങാണ്ട് ഫസ്റ്റ് പ്രൈസ് കൊടുത്തിട്ടുള്ള ആളാണ്. കഥകളി, മോഹിനിയാട്ടം, കാര്യമായിട്ട് 1999 2 വർഷം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ കലാപ്രതിഭയായിരുന്നു. ആ സമയത്ത് ചെറുപ്പത്തിൽ നമ്മൾ ആ സമയത്ത് എനിക്ക് 4th സ്റ്റാൻഡേർഡ് മുതലേ എനിക്ക് ആർട്ട് പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതിനുള്ളൊരു അവസരം ഇപ്പോൾ പാരൻസ് ആയാലും എൻ്റെ ഗുരു കലാമണ്ഡലം അമ്മായിയാണ്. അപ്പം അങ്ങനെ ഒരു എല്ലാവരും പഠിപ്പിച്ചതുകൊണ്ട് ആ പ്രായത്തിലൊന്നും നമുക്കൊന്നും പഠിക്കാൻ വേണ്ടി പോകാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കൂടുതലും ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിക്കാനായിരിക്കും കൂടുതലും. പക്ഷെ എന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ച് ഞാൻ അങ്ങനെ കുറേ പഠിച്ചിട്ടുള്ള കലാരൂപങ്ങളുണ്ടായിരുന്നു. അപ്പം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിലേക്ക് പങ്കെടുക്കാൻ പറ്റി 2-3 വർഷം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ കഥകളി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, നാടോടി ഇതിനൊക്കെ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു ആ സമയത്ത്. പിന്നെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയില്ല. കാരണം അന്നും എൻ്റെ ആഗ്രഹം സിനിമ തന്നെയായിരുന്നു. 98 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാതൃഭൂമി ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആരാണ് ആഗ്രഹം എന്ന് ചോദിക്കുന്നത്. എനിക്കന്ന് 14 വയസ്സുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സിനിമ നടനാകാനാണ് ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടും ഒരുമിച്ച് നമുക്ക് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സിനിമ എന്നുള്ളതുകൊണ്ടാണ് എന്നെ ജയിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും സിനിമ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ കളരി ചെയ്യാൻ പഠിച്ചതും സിനിമയ്ക്ക് വേണ്ടി പഠിച്ചത്. പക്ഷെ ആ കുറേ നാളുകൾ പഠിക്കാൻ എനിക്ക് പറ്റും. ഒരു 1.5 വർഷത്തോളം കളരി പഠിച്ചു ഫസ്റ്റ് മൂവിക്ക് വേണ്ടി. പിന്നെ അത് ARM-ൽ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ഒരു സംഭവം.
ഓരോ സംഭവങ്ങൾ പഠിക്കുമ്പോഴും കൂടുതൽ ഡെപ്തോട് കൂടി പഠിക്കുക എന്നുള്ളത് വലിയ ഇഷ്ടം. വേറെ ഒന്നും ഇവിടെ താല്പര്യമില്ല. ഇത് തന്നെ. കഥാപാത്രം എന്ന് പറയുന്നത് ഒരേ സമയം ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ്. അത് പിന്നെ കോമഡി അതേ കോമഡി ചെയ്യണം. അതാണോ ഇതിൽ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം? അതോ പോലീസ് ഓഫീസർ ആയതുകൊണ്ടാണോ? അല്ല, അതിന്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു ക്വിർക്കിനെസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. വെറുതെ ഒരു പോലീസ് റോളല്ല. കാരണം നമ്മൾ നടത്തുന്ന പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവില്ല. അതിൽ നിന്ന് മാറിയിട്ടുള്ള രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു. ശ്രീരാജാണ് അതിൻ്റെ ഒരു ബേസിക്, എന്താ പറയുക, ആ എഴുത്തിലൊക്കെയുള്ള ശ്രീരാജിൻ്റെ ഒരു ക്വിർക്കിനെസ് ഉണ്ട്. ശ്രീരാജ് മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു എല്ലാത്തിനും ഇങ്ങനെ വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാത്തിനും കോമഡി, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഹ്യൂമറൊക്കെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പോലീസുകാരൻ. അയാൾ ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ പെട്ടെന്ന് സീരിയസ് ആണ്, തമാശയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ചിലപ്പോൾ തമാശയൊക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു സ്പേസിലാണ് നിൽക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോളാണ്. അപ്പോൾ അത് തന്നെയാണ് അത് ചെയ്യുമ്പോൾ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. പിന്നെ ശ്രീരാജ് ഒരു 2 ടേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓക്കെ ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമുക്ക് എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് പോകാൻ നേരം ശ്രീരാജ് അവിടെ ആയില്ല പറഞ്ഞിട്ട് പിന്നെ ഒരു കുറേ പ്രാവശ്യം നമ്മളെ കിട്ടുന്നില്ല. ശ്രീരാജ് കുറേ ഫീഡ്ബാക്ക് തരും. അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പല പല രീതിയിൽ മാറ്റി ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്നൊന്നും ടേക്ക് ഓക്കെ ആകാൻ സമ്മതിക്കില്ല. അങ്ങനെ എങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്ത് വേറെ വേറെ രീതിയിലൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ തന്നു. അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഓക്കെ പറയുന്ന ഒരു ഡയറക്ടറല്ല. എനിക്ക് വേറെ പല പല ഫീഡ്ബാക്സും തോട്ട് പ്രോസസ്സും ഉള്ള ഒരാളാണ്. എല്ലാം വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതൊക്കെയാണ് ക്യാരക്ടേഴ്സിലും എല്ലാവരുടെയും പെർഫോമൻസസിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സൗബിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണല്ലോ സൗബിൻ ബേസിൽ കോംബോ വരുന്നത്. നമ്മൾ മായാനദിയിൽ അല്ല ഈ വൈറസിലുണ്ട്. പക്ഷെ മുഴുനീള കോമ്പിനേഷൻസ് ഒക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിലിം വർക്ക് ചെയ്തപ്പോൾ അധികം അങ്ങനെ അടുത്ത് പരിചയപ്പെടലും കുറവായിരുന്നു ഞങ്ങൾ. ഈ പടത്തോടു കൂടിയാണ് ഞങ്ങൾ ഭയങ്കര പരിചയമൊക്കെ ആയത്. ഇപ്പം എല്ലാ ദിവസവും രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്യും, രാത്രിയൊക്കെ ഗുഡ് നൈറ്റ് ഒക്കെ പറയും. കാരണം ഇപ്പോഴാണ് മനസ്സിലായത് കറക്റ്റായിട്ട്. പിന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബേസിലൂടെ വർക്ക് ചെയ്യണം, അഭിനയിക്കണം എന്നുള്ള കാരണം നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സുഹൃത്തുക്കളുടെ പടങ്ങളിൽ തന്നെയാണ് ബേസിൽ അഭിനയിച്ചിട്ടുള്ളതും. അപ്പോൾ അവർ പറഞ്ഞിട്ടും അറിയാം. പിന്നെ നമ്മളെല്ലാം സ്ഥലങ്ങളിൽ വെച്ച് കാണാറുണ്ട്. പിന്നെ കോമ്പിനേഷൻ ചെയ്യാൻ നേരത്താണ് ഇപ്പോൾ 2 തരത്തിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പല പല ടേക്കുകൾ ഇങ്ങനെ പോകുന്തോറും ഞങ്ങൾക്ക് അത് കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. കാരണം ഒന്നാമത് ഞാൻ പോയിട്ട് കൊച്ചി ഭാഷ തൃശ്ശൂർ ഭാഷ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ കുറേ അധികം ടേക്കുകൾ ഇങ്ങനെ പോകുമായിരുന്നു. കാരണം അതിൻ്റെ കറക്റ്റ് ഇത് കിട്ടാറുണ്ട്. ഡബ്ബാണെങ്കിൽ പോലും ആദ്യമായിട്ട് ഞാൻ ഒരു മൂവി ഒരു 8 ദിവസം 7 ദിവസം 8 ദിവസം എടുത്ത് ഡബ് ചെയ്യുന്നത്. മറ്റേ ഫാസ്റ്റായിട്ട് നമ്മളൊരു ട്രാക്കുള്ളോട്ട് ചെയ്ത് പോകുന്നത്, പക്ഷെ നിർത്തിയത് ഓരോരോ സീൻ അങ്ങനെ ചെയ്താൽ പോയത്. പിന്നെ ബേസിലൂടെ വർക്ക് ചെയ്തത് ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ബേസിലെ ഏറ്റവും ഇഷ്ടമുള്ള പെർഫോമൻസ് ആയിട്ടുള്ളൊരു മൂവി കൂടിയാണ് റാവുഷ. അപ്പോൾ ഭയങ്കര സൈറ്റിലായിട്ടുള്ളൊരു ഭയങ്കര രസമുള്ള റിയാക്ഷൻസും കാര്യങ്ങളാണ്. ഭയങ്കര ഇഷ്ടം തോന്നിയൊരു ക്യാരക്ടറാണ്. അടിപൊളി. ഇനി അങ്ങോട്ടും ഒരുപാട് പടങ്ങളിലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ? എൻ്റെയും സൗബിക്കയുടെ ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് തീർച്ചയായിട്ടും. എല്ലാ രീതിയിലുള്ള ബാലൻസും ഉണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റി പറയുന്നില്ല. അവിടെ വന്നിട്ട് പറയാം. അതെ, അത് പറയുമ്പോൾ തന്നെ ഞൊണ്ടാണ്. ഇങ്ങനത്തെ ലുക്കാണ്. ലുക്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞൊണ്ടനാന്ന് പറയും. പക്ഷെ ഷൂട്ടിൻ്റെ തലേ ദിവസം എപ്പോഴാണ് ടെൻഷൻ തുടങ്ങിയത്. കാരണം അത് ഫുള്ള് പിടിക്കണമല്ലോ. അപ്പോൾ എന്ത് ഞൊണ്ട് പിടിക്കണം. കൂടിക്കഴിഞ്ഞാലും കുറച്ച് ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഇയാൾക്ക് എന്തും ചെയ്യാൻ പറ്റും അതിൻ്റെ അപ്പുറത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ നടക്കുന്ന ഒരാൾ പിന്നെ മൂവിയും തോറും ഓടുമ്പോൾ അതിന് കുറച്ചും കൂടി സ്റ്റൈൽ വരും. അത് ഫസ്റ്റ് ഡേ ആണെന്ന് ഫസ്റ്റ് ഡേ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ. കാരണം അതിന് മുമ്പ് ഞൊണ്ടി നോക്കിയില്ല. ഞാൻ പണ്ട് സ്കൂളിലും കൂട്ടുകാരന്മാരുടെ കൂടെയൊക്കെ വെറുതെ നടന്ന് പോകുമ്പോൾ ടൂറൊക്കെ പോകുന്ന നേരത്ത് വെറുതെ കൂട്ടുകാരന്മാർ കുറച്ച് ഗ്യാങ് ടീമുകളൊക്കെ വരാൻ നേരത്താണെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ച് പെട്ടെന്ന് ഒരു ഞൊണ്ടനെ പോലെയൊക്കെ നടന്ന് അവൻ്റെ അങ്ങനെയൊക്കെ പോകുന്നല്ലാണ്ട്. പിന്നെ ഞാൻ ഇതിൽ നമ്മുടെ രാധടിയിലൊരു സോങ് കെട്ടിൽ ഞാൻ ബാസിൻ്റെ ബൈക്കിലോട്ട് ഞൊണ്ടിനായിട്ട് ഓടി വന്ന് ചാടിക്കയറുന്നൊരു ഷോട്ടുണ്ട്. അതിലാണ് ഈ ഞൊണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. അത് വെച്ച് പിന്നെ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ശ്രീരാജനെ ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ പിടിച്ചാൽ മതി, നമുക്ക് കറിഞ്ഞ് ചോദിച്ച് ഓക്കെയാണ്. പക്ഷേ ഇത് മുട്ട പിടിക്കേണ്ട ഒരു കേട്ടോ എന്ന് പറഞ്ഞു.
പിന്നെ അങ്ങോട്ട് പോകുമ്പോഴും ഫൈറ്റ് ആണെങ്കിലും ഇമോഷണൽ സീക്വൻസ് ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഇരിപ്പാണെങ്കിലും എല്ലാത്തിലും അത് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് ഓട്ടോമാറ്റിക് ഒന്ന് ലോക്കായി, പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടായി. ഒരു സീൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക് ബേസിൽ വന്നതിന് ശേഷം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കണ്ട് എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ബേസിലെ സീനൊക്കെ കഴിഞ്ഞ് ഭയങ്കര കോമഡിയൊക്കെ ചിരിച്ച് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ സീൻ എടുത്തപ്പോൾ ഞാൻ ആ സീനിൽ നടന്ന് കട്ട് പറഞ്ഞ് ഒന്ന് പ്ലേ ബാക്ക് നോക്കിയപ്പോഴും അതിലും ഉണ്ടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അയ്യോ വൺ മോർ എന്താ ഞാൻ ഞൊണ്ടിയില്ല, ഞാൻ ഞൊണ്ടിയില്ലേ. അങ്ങനെയൊക്കെ ഒരു ഷോട്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല പണിയാണ്. പക്ഷെ അതിനനുസരിച്ച് ഇങ്ങനത്തെ ഒരു വേറൊരു ചേഞ്ച് ആയിട്ടുള്ള മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ. താങ്ക് യു സോ മച്ച്. ഇവിടെ ഇപ്പം നോർമലി നേരത്തെ പറഞ്ഞു, നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആട്ടം എന്ന് പറഞ്ഞ മൂവിയിലാണ് ഒത്തിരിയധികം ക്യാരക്ടേഴ്സ് വരിക, അതിനകത്ത് വന്നവനും നിന്നവനും പോയവനും എല്ലാം പെർഫോം ചെയ്യുന്ന ഇത് കണ്ടതായിട്ട്. അതായത് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരു തരത്തിലും ഒരു ലാഗോ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവരും പെർഫോം ചെയ്ത് കണ്ടത്. ഇപ്പൊ ഇതുപോലെ തന്നെ ഈ ഒരു ക്രൂവിനെ കിട്ടിക്കഴിഞ്ഞപ്പം ഇവരെല്ലാം ഇപ്പൊ എല്ലാവരും ഒരു പറ്റുവരെ എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പൊ ആ പുതുമുഖങ്ങളൊക്കെ ഇത്രയും പെർഫോം ചെയ്ത് കണ്ടതും അതുപോലെ തന്നെ അവരോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല, ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇങ്ങനത്തെ ഒരു സെറ്റിങ്ങിലും ഇങ്ങനത്തെ ഒരു ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു കള്ള് ഷാപ്പ് സെറ്റിങ്, അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിനിമയിൽ ഇതുപോലത്തെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള കാസ്റ്റിംഗ് വരുമ്പോൾ തന്നെ ആ സിനിമയുടെ ടോൺ ഭയങ്കര പുതുമയുള്ളത് തന്നെയാണ്. അത് ഈ പറയുന്ന ഇങ്ങനെയുള്ള ഇവർ ഇപ്പോൾ അതിൽ ഉപ്രൻ എന്ന് പറയുന്ന ഏട്ടനും അങ്ങനെയൊക്കെ ആയിട്ട് കള്ളുകുടിക്കാരൊക്കെ ആയിട്ട് വന്നിരുന്ന് ചീട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലോ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ള മുഖങ്ങളൊക്കെ പോലെ അതൊരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കാസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫ്രഷ്നെസ് കിട്ടില്ല. അപ്പോൾ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആയതിൻ്റെ ഒരു അൺസർട്ടനിറ്റി അൺപ്രഡിക്റ്റബിലിറ്റി മൊത്തത്തിലുള്ള സിനിമയിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാസ്റ്റിംഗ് വരുമ്പോൾ നമുക്കിത് ആരാണ് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊരു കറക്റ്റായിട്ടുള്ള പ്രഡിക്റ്റബിലിറ്റി ഇല്ലാത്ത രീതിയിൽ പോകാനും പറ്റും. അപ്പോൾ മൊത്തത്തിൽ ആ സിനിമയ്ക്ക് ഒരു ഫ്രഷ്നെസ് കൊടുക്കാൻ ആ കാസ്റ്റിങ്ങിന് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും. എല്ലാവരും ഇപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രൂപത്തിലൊന്നും അല്ല സിനിമയിലുള്ളത്. കുറേ കൂടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് അത് അങ്ങനെ. അപ്പോൾ ആ സിനിമയെ കണ്ടിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് ഭയങ്കര ആ ലാംഗ്വേജും ഇപ്പോൾ ആ തൃശ്ശൂർ ആക്സെൻ്റൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് എല്ലാവരും ഭയങ്കര. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു കഥയായിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് ആ സിനിമയുടെ അപ്പീൽ കുറച്ചുകൂടെ കൂട്ടുക ചെയ്യുന്നു. പിന്നെ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കും ഭയങ്കരമായിട്ട് പഠിക്കാനൊക്കെ പറ്റും. ഇവരുടെ നാടകത്തിലുള്ള എക്സ്പീരിയൻസസും നാടകത്തിൽ എങ്ങനെയാണ് അവർ പണ്ട് സ്റ്റേജിന് കളിക്കാനൊക്കെ പോകുമ്പോഴും അവിടെ ഇവിടെയൊക്കെയുള്ള എക്സ്പീരിയൻസുകളൊക്കെ അവർ നമ്മൾ നൈറ്റ് ഷൂട്ടുകളായിരുന്നു. അപ്പോൾ ഇവരുടെ കഥകളൊക്കെ പറയുമ്പോൾ നമുക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കുറേ അറിയാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് സിനിമ നന്നായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും നന്നാവുക എന്നുള്ളത്, അപ്പോൾ അങ്ങനെ ഒരു ടീം വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായി ചെയ്തു നന്നായിട്ട് വന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. കുറച്ച് നാൾ മുമ്പ് അവർ വന്നിരുന്നു. കാട്ടിൻ്റെ കുറച്ച് 2 പേരുണ്ടായിരുന്നു. അത് കുറച്ചധികം വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ അതിൽ ചെയ്യേണ്ടിണ്ടായിരുന്നു. അത് വേണ്ടി വന്നില്ല, കാരണം പഠിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് പഠിച്ചതെല്ലാം ചെയ്തിട്ടുണ്ട്. കാടിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാം നന്നായിട്ട്. കുറച്ച് നാൾ മുമ്പ് ഈ കോയിൻ പരിപാടിയുള്ള കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം കാടിൻ്റെ കുറച്ചൊക്കെ നല്ല പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നതിലൊക്കെ റിയലായിട്ട് ഒരു കോച്ചിങ് ഉണ്ടായിരുന്നു കുറച്ച് നാൾ. പറഞ്ഞ പോലെ തന്നെ ആയാലും ഭയങ്കര പ്രയാസമായിരുന്നു. ബൈക്ക് ഓടിച്ച പോലെ തന്നെ കുറേ അധികം ചെയ്താൽ കണ്ടാൽ മനസ്സിലാവല്ലോ. ഇപ്പോഴാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുമ്പോൾ അങ്ങോട്ട് തെറ്റിപ്പോയല്ലോ, അതുപോലത്തെ ഇറങ്ങും ചെയ്യാനൊക്കെ പറ്റും. അതാണ് വെറുതെ എന്തിനാ വന്നിട്ട് കാണിച്ചില്ല. നീ കാറായിട്ട് വന്നേക്കണല്ലേ, ഒരു ബൈക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല, കാണിച്ചാ ഒരു കാടായിട്ട് കിടക്കണം. ഞാൻ പറയട്ടെ, ഇതില് 5 മെയിൻ ഡയറക്ടേഴ്സ് ആണുള്ളത്. വമ്പുക്ക, ഷൈജുക്ക, ശ്രീരാജാണ് ഡയറക്ടർ, പിന്നെ സോബിക്കും
ഏഷ്യാനുണ്ട്. പക്ഷെ ഇവരാരും അങ്ങനത്തെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടില്ല. ശ്രീരാജിന് ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര സംഭവമായിട്ടാണ് തോന്നിയത്. ഈ ഒരു മൂവിയിൽ ഈ സ്റ്റോറി അല്ലാണ്ട് ആകർഷം മറ്റൊരു ഘടകം ഉണ്ടായിരിക്കും. ഇതിൽ സ്റ്റോറി ഫസ്റ്റ് ഓഫ് സ്റ്റോറി തന്നെ. പിന്നെ ഇതിലെനിക്ക് വായിച്ചപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിൽ ഡയലോഗ്സും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ കട്ട് പോകുന്ന രീതികളുണ്ടല്ലോ, അത് കുറച്ച് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. പിന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കുള്ള കുറേ ചെറിയൊരു 2 ടൈപ്പ് ആളുകളാണല്ലോ ഓരോരോ ക്യാരക്ടേഴ്സ്, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു പുതിയൊരു എഡിറ്റിംഗ് പാറ്റേണും ആണല്ലോ മൊത്തത്തിൽ കഥ. ട്രിവാൻഡ്രം സ്ലാങ് ഗംഭീരമായിട്ട് ചെയ്തതിന് ശേഷം മറ്റൊരു സ്ലാങ് ഇപ്പം തൃശ്ശൂർ സ്ലാങ്ങാണ് ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പം എത്രത്തോളം പ്രയാസകരമായിരുന്നു, അതേപോലെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ചെയ്തത് സ്ലാങ് പഠിക്കാൻ? സ്ലാങ് ഈ ആ ശ്രീരാജ് തൃശ്ശൂരുകാരനായതുകൊണ്ട് സെറ്റിൽ വന്ന് 2 ദിവസം കഴിയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ അതിലേക്ക് എല്ലാം തൃശ്ശൂരാണ് പറഞ്ഞിട്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ തൊട്ട് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. കുറേ അവരുമായിട്ട് അങ്ങനെ സംസാരിച്ച് വരുമ്പോഴേക്കും പിന്നെ ഡബ് ചെയ്യാനൊക്കെ കുറേ പണിയെടുത്തു. കുറേ ദിവസം ഡബ് ചെയ്തു. അങ്ങനെ എളുപ്പത്തിലൊന്നും ഡബ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഡബിലും പിന്നെ ലൊക്കേഷനിലൊക്കെ ഉള്ള അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് തൃശ്ശൂരിലേക്ക് എത്തി. എന്നാലും ഭയങ്കര കംപ്ലീറ്റ് പക്കാ തൃശ്ശൂരാണെന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ പറയുന്നത് നമുക്ക് വിചാരിക്കും ഭയങ്കര തൃശ്ശൂരാണെന്ന്, പക്ഷെ ശരിക്കുള്ള തൃശ്ശൂരുകാർ പറയണത് തൃശ്ശൂരാണോ അല്ലോ. അതുകൊണ്ട് തൃശ്ശൂർ വേണ്ടത് ഒരു മീഡിയത്തിലൊരു തൃശ്ശൂർ പറഞ്ഞിട്ടുണ്ട്. പടത്തിന്റെ പേര് പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ളൊരു പേര് എങ്ങനെയാണ് പേരിലേക്ക് എത്തുന്നത്? പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ള പേരിലേക്ക് അതിനെപ്പറ്റി ഡയറക്ടർ പറഞ്ഞിരുന്നു എന്തെങ്കിലും? അതൊക്കെ ഡയറക്ടറുടെ മണി. തൃശ്ശൂർ മാപ്രാണെന്ന സ്ഥലം ഉണ്ട്, അവിടെ പ്രാവൻകൂട് ഷാപ്പ് ഉണ്ട് ഒറിജിനല്. അത് ശ്രീരാജിന്റെ അമ്മ വീട് നെടുമ്പാളം എന്ന് പറഞ്ഞാൽ ഈ മാപ്രാണത്തിന് അടുത്തുള്ള നെടുമ്പാളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ അവിടെ സംഭവിച്ച ഇതല്ല, ഈ മാപ്രാണം ഷാപ്പ് എന്ന് പറയുന്നത്, പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറയുന്നത് ഫേമസ് ആണ്. അവിടുത്തെ കറികളും അങ്ങനെ സംഭവങ്ങളൊക്കെ നല്ല അവിടുത്തെ ഫേമസ് ആണത്. ഇപ്പോ അത് ഇല്ലെന്ന് തോന്നുന്നു, കുറച്ചുകൂടെ ഓപ്പൺ ഉണ്ടായിരുന്നില്ല. അപ്പോ ഷാപ്പിൽ പോകുന്നവരോട് പറയാൻ അവരോട് പ്രാവൻകൂട് ഷാപ്പിനെ കുറിച്ച് 2 വാക്ക്. അതൊരു ചെറിയ ഷാപ്പ്. അത് അല്ല, ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണുന്നത് അത് മാപ്രാണത്ത് നിന്ന് നെടുമ്പാൽ റൂട്ടിൽ പോണ സമയത്ത് അതൊരു പാടത്തിന്റെ നടുവിൽ, കോൾപ്പാടത്തിന്റെ നടുവിലുള്ള ഒരു ചെറിയ പാടത്തിന്റെ നടുവിൽ 4 പില്ലറിൽ ഉയർത്തപ്പെട്ട എനിക്കൊന്ന് ഒരു 20 ഇൻറ്റു അല്ല, ഞാനൊരു പഴയ വീട് പഠിക്കാൻ അങ്ങനെ ആയതുകൊണ്ട് അതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ആ സ്ട്രക്ചർ നോക്കില്ല, അതിൻ്റെ പ്രത്യേക സ്ട്രക്ചർ. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ കറികളിൽ എല്ലാ തരത്തിലുള്ള കറികളുണ്ട്, പക്ഷെ അതിനേക്കാളും നല്ല ഷാപ്പ് പണ്ടത്തെ മാപ്രാൺ ഷാപ്പ് എന്ന് പറയും. ഇതൊരു ബീ ഷാപ്പ് മാതിരിയായിരുന്നു, പക്ഷെ ഇതിന്റെ പേര് വളരെ രസകരമായിട്ടുള്ള പേരായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കായിരുന്നു ഒരു പാടത്തിന്റെ നടുവിലുള്ളത്. സന്തോഷമായില്ലേ? സൗബിചേട്ടാ സൗബിചേട്ടാ ഇവിടെ ഇപ്പൊ കൂലിയിൽ അഭിനയിച്ചിട്ട് ഒരു പടം പിടിക്കണം എന്ന് പറഞ്ഞു. ബേസിൽ ചേട്ടന് എങ്ങനെയാ ഇപ്പൊ ഇത്രയും കാലം സക്സസ് കൊടുത്തതുകൊണ്ട് ഇനി ഒരു പടം പിടിക്കുമോ അടുത്ത്? ഉറപ്പായിട്ടും സമയമുണ്ടെങ്കിലും നമുക്ക് അത് നല്ലതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരുമിച്ച് ചെയ്യും. സന്തോഷമില്ലുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ല ബേസിൽ ബ്രോ പറഞ്ഞില്ല പിന്നെ ചെമ്പനെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയുമോ? എനിക്ക് മനസ്സിലായില്ല എന്താ ചോദ്യം. ചെമ്പൻ ചേട്ടനായിട്ട് ഞാൻ അഭിനയിക്കുന്ന 4ാമത്തെ 5ാമത്തെ സിനിമയാണ്. എനിക്ക് ചെമ്പോസ്കി പ്രൊഡക്ഷൻസിൽ തന്നെ ഞാൻ 2 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. സുലേഖ മനസ്സെന്ന് പറഞ്ഞ പടം,
പിന്നെ ഭീമൻ്റെ വഴി എന്ന് പറഞ്ഞ പടം, അതിനു മുമ്പ് മെമ്പർ രമേശ് അമ്പലവാൾ എന്ന് പറഞ്ഞ പടം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ചെമ്മൻചേട്ടൻ എനിക്ക് എന്താ പറയുക ഒരു ചേട്ടനെ പോലെ തന്നെയാണ്. വളരെയധികം സന്തോഷമാണ്. ഇനിയൊരു 100 പടം ചെമ്മൻചേട്ടൻ്റെ ഒപ്പം അഭിനയിക്കാൻ വളരെയധികം സന്തോഷമുള്ളൂ. അതല്ലേ എന്താ എനിക്ക് ചോദ്യം മനസ്സിലായില്ല. ചെമ്മൻചേട്ടനെ കുറിച്ച് ഞാൻ എന്താ അഭിപ്രായം പറയേണ്ടത്? നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളല്ലല്ലോ. അത് ശരി. എന്താണ് ചെമ്പൻചേട്ടനുമായിട്ട് എനിക്ക് ഈ സിനിമയിൽ ആക്ച്വലി അധികം കോമ്പിനേഷൻ ഇല്ലായിരുന്നു. 1-2 സീനുകൾ ഉണ്ടായിരുന്നു. കോമ്പിനേഷൻ മൊത്തം സൗദിക്കായിട്ടായിരുന്നു. എനിക്ക് ഭയങ്കര രസമായിരുന്നു. ചെമ്പൻചേട്ടനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്, ഒരുമിച്ച് അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്കും സിനിമയിൽ കണ്ടിട്ടുള്ള ചെമ്പൻചേട്ടൻ തന്നെയാണ് നേരിട്ട് കാണുമ്പോഴും. പക്ഷെ ഭയങ്കര രസമാണ്, സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴൊക്കെ നല്ല രസമാണ്. പിന്നെ നമുക്ക് ഇത് പറയുന്ന പോലെ എല്ലാവരും പരിചയമുള്ള സർക്കിളുകളിലൊക്കെ എപ്പോഴും എല്ലായിടത്തും കാണുന്ന, അല്ലാതെ തന്നെ മുമ്പ് പലതവണ കണ്ടിട്ടുള്ളതാണ്. ഒരുമിച്ച് വർക്ക് ചെയ്ത് ആദ്യമായിട്ടാണെന്നേ ഉള്ളൂ. നല്ല രസമുള്ളൊരു മനുഷ്യനാണ്, നല്ല സംസാരിച്ചിരിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ വർക്ക് ചെയ്തപ്പോഴും എനിക്ക് ആ 2 സീൻ്റെ എക്സ്പീരിയൻസ് ഉള്ളൂ. അറിയാം, കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടൊന്നും പറയാനില്ല. പക്ഷെ നല്ല രസമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. ഇതിലെ ഒരു വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സിലൊന്നാണ് ചെമ്മൻചേട്ടൻ. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ നിൽക്കുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് അതിൻ്റെ ചെറിയ ചെറിയ മാനർസങ്ങളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മറിമായത്തിലൊക്കെ അതായത് മിനി സ്ക്രീനിൽ വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് നിയാസിക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ അത്രത്തോളം വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം നല്ല അടിപൊളി ക്യാരക്ടേഴ്സാണ്. അതെന്താണ് ഇന്റൻഷനലി അങ്ങനെ സെലക്ട് ചെയ്യുന്നതാണോ അതോ ക്യാരക്ടേഴ്സ് വരാത്തതാണോ? അത് ഡയറക്ടർമാരുടെ അടുത്ത് ചോദിക്കേണ്ടി വരും. അവർ തരുന്ന വേഷമല്ലേ ഒരു നടന് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു വേഷം ഇന്നതാണെന്ന് പറഞ്ഞു തരുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയൊരു സിനിമയാണ് ഇത് ഞാൻ പറയാൻ കാരണം. പ്രാവൻകൂടി ഷാപ്പ് എന്നുള്ള സിനിമയിൽ എനിക്ക് അങ്ങനെ എന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞു തന്നതുപോലെ ഏറെക്കുറെ പുലർത്തി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നന്നായി എന്നൊക്കെ എല്ലാവരും പറയുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം നമുക്കുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടർ വന്നാൽ ചെയ്യണം. അത് ചെയ്യാൻ അങ്ങേറ്റത്തെ ആഗ്രഹമുണ്ട്. വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. വന്നാൽ ചെയ്യും. അല്ല, അങ്ങനെ ഏതാണ് അതിന് കാരണം എന്ന് നമുക്ക് അറിഞ്ഞൂടാ. നോർമലി ഏതൊരു ആർട്ടിസ്റ്റും ഒരു ആക്ടറും അയാൾക്കൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ അത് എങ്ങനെയൊക്കെ ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ശ്രമം നമ്മുടെ ഉള്ളുകൊണ്ട് നടത്തിക്കൊണ്ടേയിരിക്കും എല്ലാ സമയത്തും. അത് ആ ഒരു സമയം അതിനുവേണ്ടി ഒരു മാസം ലീവ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യല്ല. അതെല്ലാ സമയത്തും ആ ഷൂട്ട് കഴിയുന്നവരെയും ആ ഒരു ക്യാരക്ടറിൽ എങ്ങനെയൊക്കെ നിലകൊള്ളാൻ പറ്റുമെന്ന് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരു ആക്ടർ. അത് നമുക്ക് എല്ലാവർക്കും, എല്ലാ നടന്മാർക്കും ഉള്ളൊരു കാര്യമാണ്. അതാണല്ലോ നമ്മുടെ ജോലി. അപ്പം അത് പരമാവധി ശ്രമിക്കാറുണ്ട്. പുലർത്തി നിൽക്കാൻ, ആ കഥാപാത്രത്തിനോട് പുലർത്തി നിൽക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ചിലത് സക്സസ് ആവും, ചിലത് പരാജയപ്പെടും. അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. മലയാള സിനിമയിൽ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളുണ്ട്. പ്രധാനമന്ത്രി സുരേഷ് ഗോപി സാറൊക്കെയാണ് അങ്ങനെ പോലീസ് കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബേസിനായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് പോലീസ് കഥാപാത്രങ്ങൾ പറയാമോ മലയാള സിനിമയിൽ? ക്വിസ് കോമ്പറ്റീഷൻ. പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോഴേ ഇൻസ്പെക്ടർ ബൽറാം, പിന്നെ CD മൂസ, CD മൂസയിലെ ജഗതി ചേട്ടൻ ഉഗ്രനല്ലേ. ഭാരത് മാതാജി ചെയ്യുന്ന കൊടുത്തിട്ടു. പിന്നെ പിന്നെ എനിക്ക് ഇതിലെ റെഫറൻസ് എന്തായിരുന്നു അറിയോ? സിംഗം. കാര്യമായിട്ട്. അപ്പോൾ
ഡയറക്ടർ സിംഗം മൂഡിൽ പിടിക്കാം എന്ന് പറയുമ്പോൾ ഷൂട്ട് തുടങ്ങാൻ 2 ആഴ്ചയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ട്രെയിനറിൻ്റെ അടുത്ത് പറഞ്ഞു, ജിമ്മിൽ ബ്രോ 2 ആഴ്ചയുണ്ട് സിംഗാണ്. ഇപ്പോൾ അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് ജീപ്പിൽ ഇറങ്ങി വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള മ്യൂസിക് എന്നായിരിക്കും. അത് മാറ്റണം. ഷൂട്ട് തുടങ്ങുന്നതെന്ന് ഞാൻ പോലീസ് ജീപ്പിൽ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സിംഗം സിംഗം എന്നുള്ള മ്യൂസിക് ഇടാൻ തോന്നണം എന്ന് പറഞ്ഞു. അപ്പോൾ ട്രെയിനർ എൻ്റെ അടുത്ത് പറഞ്ഞു 2 ആഴ്ചയല്ലേ സാർ, ഇത് മിക്കവാറും അതാവാനേ വഴിയുള്ളൂ, സിംഗാവാൻ ഒരു സാധ്യതയില്ലെന്നാണ്. പിന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട് കുറച്ച് സിംഗുമായിട്ട് സിംഗാവനം നോക്കി മാത്രമേ. അതാണ് ഭയങ്കര സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ദിലീപേട്ടനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിലേക്ക് ബേസിലേട്ട് പോകുന്നത് കൊണ്ടാണ് ദിലീപേട്ടനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കമ്പയർ ചെയ്യുന്നവരോട് എന്താ പറയാ? അല്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മൾ ഈ ചെറുപ്പകാലം മുതലേ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ്. എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ സന്തോഷം. പക്ഷെ എനിക്ക് അതിന് എൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ലെഗസി അത് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പം അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. താല്പര്യമുണ്ട്, പക്ഷെ ശ്രമിക്കുന്നുണ്ട്. ആകുമ്പോ പറയാം. എപ്പോ അങ്ങനെ അതെ, അങ്ങനെ എനിക്ക് മനസ്സിലാക്കാം. അത് സമയമാകുമ്പോൾ പറയാതെ ആയി വരുന്നേ ഉള്ളൂ. അത് നിങ്ങൾ ശരിയായി വരും. അതിനൊത്തിരി സമയം എടുക്കും. അറിയില്ല, ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. എപ്പോ വരുമായിരിക്കും. അറിയാം സംഭവിക്കാം. എന്തൊക്കെ വേണ്ടേ? സംഭവിക്കണോ സംഭവിക്കാതിരിക്കണോ? സംഭവിക്കണം. ഓക്കെ. തമിഴ്നാട്ടിലാണ് അവിടുത്തെ ഓഡിയൻസ് ആണ് കൂടുതൽ ഏറ്റവും. അതിനുശേഷമാണ് കൂലിയിൽ അഭിനയിക്കുന്നത്. അപ്പൊ അവിടുത്തെ ആളുകളുടെ അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു റിസപ്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? അല്ലെ കുട്ടേട്ടനെ അവരെങ്ങനെയാണ്? ഭയങ്കര തികച്ച വ്യത്യാസമായിട്ടുള്ള, ഞാൻ വിചാരിക്കാത്തതിലും കൂടുതലാണ് അവിടെ. തമിഴ് മൂവി ഞാൻ ചെയ്യുന്നതാണെങ്കിൽ പോലും കൂടുതൽ ഷൂട്ട് നടന്നത് വിശാഖ് അങ്ങനെയുള്ള സ്ഥലങ്ങളും ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അവരുള്ള ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് തിരിച്ചെടുത്തിട്ട് കുട്ടേട്ട സുഭാഷ് എന്ന് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവിടെയുള്ള സാധാരണ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുള്ള ആൾക്കാർക്ക് വലിയ സ്ഥലങ്ങളാണെങ്കിലും എല്ലാവരും മൂവി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ വരെ റീച്ച് എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അതെല്ലാം തിരിച്ചറിഞ്ഞതിൽ ഭയങ്കരമായിട്ട് സന്തോഷം. ചെന്നൈയിലൊക്കെ നല്ല ഭയങ്കര രസമായിട്ടുള്ള റെസ്പോൺസാണ് കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം. ഇല്ല, എല്ലാവരും പറയുന്നത് എന്താ പറയുക, ഓക്കെ, ഭയങ്കര സന്തോഷം. ഇപ്പം അതിൻ്റെ ലാസ്റ്റ് ഇതൊക്കെ അങ്ങനെ അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറേയധികം സംസാരിച്ചു, എങ്ങനെയാണ് അതിൻ്റെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളും. പിന്നെ ഗിരീഷ് ത്രൂ ഔട്ട് ലൊക്കേഷൻ്റെ കൂടെ ഉണ്ടല്ലോ, ഗിരീഷ് അങ്ങനെ. അപ്പോൾ ഗിരീഷിനെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, മൂവിയൊക്കെ അനൗൺസ് ചെയ്തല്ല, കാസ്റ്റിംഗ് നടക്കണല്ലേ ഉള്ളൂ, നടക്കണുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് കുട്ടിയും അമ്മയൊക്കെയാണ്. അപ്പൊ അമ്മ കുട്ടിയാവാനും പറ്റില്ല, പക്ഷെ ഇടക്കിടക്ക് വിളിക്കുന്നില്ല. അല്ല, അത് പടം കാണുമ്പോൾ മനസ്സിലാവും. അത് പടം കണ്ടില്ല അല്ലേ? അത് എങ്ങനെയാ വന്നേന്ന് മനസ്സിലായില്ലേ? അപ്പൊ പടം കണ്ടിട്ടില്ല.
അല്ല, അതൊരു സീനിന് ശേഷമാണ് അത് തലയിൽ വരുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തോട്ട ബിജു എന്നുള്ള ക്യാരക്ടറാണ് അത്. ആ മാപ്രാണ്. ഓ, ഉദ്ദേശിക്കുന്ന മറ്റേ വിവേക് ഒബ്രോയി പറഞ്ഞ പോലെ ഞാൻ അവിടുത്തെ ഗുണ്ടകളൊക്കെ ആയിട്ട് പോയി താമസിച്ചിട്ട് അതല്ല, അങ്ങനത്തെ പരിപാടി. എങ്ങനെ ആ ക്യാരക്ടർ ചെയ്തു എന്നുള്ളതാണ്. അതിനൊക്കെ ചിലപ്പോൾ അകത്തൊരു ഗുണ്ട കിടപ്പുന്നുണ്ടാവും, പഞ്ഞി എങ്ങനെ വന്നാ ഇതെന്താ പറയുന്നത്. ഇതിപ്പോ ഇതുപോലെ ഇതിപ്പോ എന്താ വേണ്ടേ ഇല്ല. ഗുണ്ടാപൊടി അത് ക്യാരക്ടർ ഇതാ. ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ ഒറ്റയ്ക്ക് ഒരു കേന്ദ്രം. ശ്രീരാജിന് വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, മണി പറഞ്ഞില്ലേ, 7 വർഷമായിട്ട് ഈ സ്ക്രിപ്റ്റ് കൊണ്ട് നടക്കുകയാണ് ശ്രീരാജ് ഓണാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് എല്ലാം വ്യക്തമായി ഓരോ ക്യാരക്ടർ, ഓരോ കഥാപാത്രങ്ങൾ ഏതൊക്കെ സന്ദർഭത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവരുടെ മാനറിസം എങ്ങനെയാണ്, അവരുടെ ഗെറ്റപ്പ് എങ്ങനെയാണെന്നുള്ള എല്ലാം വ്യക്തമായ ധാരണ. ഇത്രയും ധാരണയുള്ള ഒരു ഡയറക്ടറിനെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. കാരണം പുള്ളി തന്നെയാണ് ഈ പടത്തിന്റെ റൈറ്റർ. അപ്പോൾ ഈ പടം കാണുമ്പോൾ എല്ലാ ക്യാരക്ടറിനും പ്രാധാന്യം തോന്നുമ്പോൾ എല്ലാം പുള്ളി എഴുതി ഉണ്ടാക്കിയ പുള്ളിയുടെ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും നമ്മൾക്ക് യാതൊരു ടെൻഷനും ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ അഭിനയിക്കാൻ നോക്കി കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് അങ്ങനെയല്ല അഭിനയിക്കുന്നത്, തോട്ട ബിജു അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ ഓരോ ക്യാരക്ടറിനെയും എടുത്തെടുത്ത് പറയുന്ന പുള്ളിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കെൽപ്പുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ ഗുണ്ടാപ്പണി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പുള്ളിക്ക് നല്ല ഗുണ്ടകളെയൊക്കെ പരിചയമുണ്ട്, പ്രാവൻകൂടി ഷാപ്പും പരിചയമുണ്ട്, കുടിയന്മാരെ നല്ല പരിചയമുണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾക്ക് കൂടുതൽ ചിന്തിക്കണ്ട, പുള്ളി പറയുന്നത് ചെയ്താൽ മതി. അടുത്തത് തമിഴ് മൂവിയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അനൗൺസ് ചെയ്തിരുന്നു. എൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇനി കൂടുതൽ പറയാൻ പറ്റില്ല ഇനി അതിനെ കുറിച്ച്. കാരണം അൽഫോൺസ് പുത്രന്റെ പടത്തിന്റെ അപ്ഡേഷൻ അൽഫോൺസ് പുത്രൻ തരുന്നല്ലേ നല്ലത്. ഭാഗമാണ് ആണ് നിങ്ങൾ ഞാൻ പല കാര്യങ്ങൾ അൽഫോൺസായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ഭാഗമാണ്. അതിനുള്ള പ്രതിവിധികൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൊറോണ വന്നാൽ ചിലപ്പോൾ ഷെയ്ക്കാൻ്റെ നിൽക്കുമായിരിക്കും. അതാണ് പ്രതിവിധി. അല്ല, അതിപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എൻട്രി ഫീ ഒക്കെ വെച്ച് കയറ്റേണ്ടി വരും. ഇപ്പോൾ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുക. എനിക്ക് ആഗ്രഹമില്ല, ഞാൻ എടുക്കൂല. ഒന്ന് ആലോചിക്കണം. കാണാനുള്ള പ്രേക്ഷകരോട് അപ്പൊ എല്ലാവരും എന്താ പറയാ, ഒരു വേറിട്ട ഒരു സിനിമയാണ് ഈ പറയുന്ന ഒരു മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ. അതിൽ ചെറിയ ഡാർക്ക് കോമഡി ഒക്കെ ആയിട്ടുള്ള ഒരു ജോണറിലാണ് സിനിമ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക. ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഈ സിനിമയിൽ ശ്രീരാജ് ശ്രമിച്ചിരിക്കുന്നത്. ഒരു കൺവെൻഷണൽ സ്റ്റോറി ടെല്ലിംഗ് അല്ല എന്ന മൊത്തത്തിൽ അതിലൊരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതിനനുസരിച്ച് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള നല്ല സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും എഡിറ്റും സൗണ്ട് ഡിസൈനും കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം, പിന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസസും ഒക്കെ ആയിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.